ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ഒരുങ്ങിയാലോ. ഇന്ന് ഒരുങ്ങുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് കണ്ടൻറ് ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഇന്ന് വിചാരിച്ചു ഒന്ന് ഒരുങ്ങിക്കളയാം. ഇങ്ങോട്ട് പോകാനൊന്നുമില്ല, പക്ഷെ കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, കുറേ സാധനങ്ങൾ. ശരിക്കും പറഞ്ഞാൽ എപ്പോഴേ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് എനിക്ക് പോലും അറിയില്ല. കാണുമ്പോൾ ഞാൻ വാങ്ങും. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വന്നാൽ ജസ്റ്റ് വാങ്ങുന്നതാണ്. ഡെയിലി ഞാൻ അങ്ങനെ മേക്കപ്പ് ഇടാറില്ല കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ രാവിലെ കുളിച്ച് പൊട്ടും കുറിയും കുങ്കുമൊക്കെ ഇട്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഉച്ചയായപ്പോഴാണ് അന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ മുഖമൊക്കെ നന്നായി കഴുകിയിട്ടുണ്ട് കേട്ടോ. ചെറിയ പാടൊക്കെ ഉണ്ട്, അതൊക്കെ പോകുമായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഞാൻ എന്ത് പറയാനാ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എപ്പോഴൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. ഓരോ ക്രീമുകൾ ഞാൻ സാധാരണ എങ്ങനെ ചെയ്യണം അതുപോലെ ഞാൻ ചെയ്തുതരാം. എന്നാൽ ചില സാധനങ്ങളൊന്നും ഞാൻ സാധാരണ തേക്കാറില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ തേക്കുന്നത് പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസറാണ്. ഈ സാധനമാണ് ഞാൻ തേക്കുക കേട്ടോ. ഇത് ഞാൻ കൈമയും കാലുമയൊക്കെ തേക്കും, മുഖത്ത് മാത്രമല്ല. ഇതൊന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ എന്ത് തേക്കുമ്പോൾ കഴുത്തിലും കൂടി ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ. എൻ്റെ ഏട്ടനും ഒന്നും തേക്കില്ല കേട്ടോ. പൗഡർ പോലും പുള്ളിക്ക് ഇഷ്ടമല്ല എന്നത്. എൻ്റെ കൂടെ കൂടി പിന്നെ ഞാൻ തേക്കണം പറയുമ്പോൾ എടുത്ത് തേക്കാറുണ്ട്. അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാവില്ലേ. നമ്മൾ ജസ്റ്റ് മുകളിലേക്ക് കണ്ടോ ചെയ്ത് കൊടുക്കാം, താഴേക്ക് ചെയ്യില്ലേ. താഴേക്ക് മീൻസ് ഇങ്ങനെ ചെയ്യരുത്. എപ്പോഴും ഇങ്ങനെ മുകളിലേക്കാണ് നമ്മൾ ക്രീം എന്ത് തേക്കുമ്പോഴാണെങ്കിലും മുകളിലേക്കാണ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതൊന്ന് അബ്സോർബ് ആയതിന് ശേഷം സാധാരണ ഞാൻ വേറൊരു ക്രീമാണ് തേക്കുക. പക്ഷെ ഞാൻ ഒരുങ്ങുവാണല്ലോ, നല്ല വൃത്തിക്ക് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനൊരു പ്രൈമർ, ഇത് ഞാൻ ലുലുവിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഈ ഒരു പ്രൈമർ വന്നിട്ടുണ്ടോ? ഇത് വാങ്ങിച്ചിട്ട് ഞാനാകെ 1-2 പ്രാവശ്യമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. വാങ്ങിച്ചിട്ട് ഒരു 5-6 മാസമൊക്കെ ആയി. പക്ഷെ ഞാൻ 1-2 മാസം 1-2 ദിവസം പ്രാവശ്യമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. നമുക്ക് ഇത് കുറച്ച് വെക്കാം. ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത് എന്താ, ഫൗണ്ടേഷൻ ഇടുമ്പോഴാണ് കൂടുതൽ യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നണേ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ആവശ്യം വരാറില്ല. കാരണം ഫൗണ്ടേഷനൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ ഉപയോഗിക്കും എന്നല്ലാണ്ട്. അപ്പം ഇതൊന്ന് തേച്ചു. ഇപ്പം സ്കിന്നൊന്ന് ഓയിലി ആയിട്ടുണ്ടല്ലേ. ഇനി ഫൗണ്ടേഷൻ, ഇതും ലുലുവിൽ വാങ്ങിയതാണ്. എൻ്റെ കല്യാണത്തിന് ഫൗണ്ടേഷൻ വാങ്ങിയത് ഞാൻ ഈ അടുത്താണ് എടുത്ത് കളഞ്ഞത്. ഞാൻ ഉപയോഗിക്കാണ്ട് ആർക്കും കൊടുക്കാനോ പറ്റില്ല. കാരണം ഒത്തിരി ആയില്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി. അപ്പോൾ ഒരു സാധനത്തിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ ആർക്കും കൊടുത്തില്ല. ഇത് നമ്മൾ ലുലുവിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ. ഈ ഫൗണ്ടേഷനും ഇത് നമുക്ക് ലുലുവിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പിന്, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പ് ഒന്ന് നോക്കി എനിക്ക് വാങ്ങാൻ അറിയില്ല. അപ്പോൾ ലുലുവിൽ പോയപ്പം അവിടെ ഉള്ളവർ നമുക്കിതിങ്ങനെ ഇട്ട് തരും. ഇത് നമ്മുടെ സ്കിന്നിന് പറ്റിയതാണോ അല്ലയോ എന്നൊക്കെ നോക്കും. ഹായ്, നല്ല രസം, ചിത്രം വരയ്ക്കാം. ഇതിപ്പോൾ എൻ്റെ സ്കിന്നിന് പറ്റിയതാണോ. എനിക്ക് അമ്മയ്ക്ക് വാങ്ങിയായിരുന്നു, പുള്ളിക്കാരൻ എൻ്റെ സ്കിന്നിൻ്റെ തന്നെ തോന്നുന്നു. ഞാനിത് ഇട്ടിട്ടൊന്നുമില്ല, ഞാനിത് 2 പ്രാവശ്യം തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒന്നാമത് മേക്കപ്പ് ചെയ്ത് അങ്ങനെ പുറത്ത് പോകേണ്ട ആവശ്യം നമുക്ക് വരണില്ലല്ലോ. കൂടുതലും കല്യാണ ഫംഗ്ഷനൊന്നും ഞാനങ്ങനെ പോവാറുണ്ടെങ്കിൽ തന്നെ നമ്മൾ അധികം മേക്കപ്പ് ചെയ്യാറുമില്ല. കാരണം ഞാൻ എന്തൊക്കെ ചെയ്ത് പോയാലും എൻ്റെ മകള്
ഒരു പൊട്ട് പോലും വെച്ച് പോയാൽ എൻ്റെ മകളത് എടുത്ത് കളയും. അതുകൊണ്ട് ഞാൻ മെനക്കെട്ടൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് ക്രീമും ഒരു പൊട്ട് സിന്ദൂരം വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല തോന്നുന്നുണ്ട്. ക്യാമറയിൽ കാണുമ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് അറിയണമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടു. അവസാനം ഇട്ടില്ല കേട്ടോ, സൺസ്ക്രീൻ. അത് ഞാൻ കഴിഞ്ഞു തോന്നുന്നു. ഇതില്ല, ഇതിലാകെ കുറച്ചുകൂടെ ഉണ്ട്. ഇവിടെ അറ്റത്ത് എവിടെ കിടക്കുന്നുണ്ട് വെച്ച്. ഇതൊന്നും ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല, എപ്പോഴോ വാങ്ങില്ല. പിന്നെ ഒന്ന് ഒരുങ്ങല്ലേ വിചാരിച്ചിട്ട്. സാധാരണ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ തേക്കുന്നത് ഈ ഒരു ക്രീമാണ് കേട്ടോ. ഹിമാലയയുടെ നാച്ചുറൽ ഗ്ലോ എന്ന് പറഞ്ഞാൽ ഈ ക്രീമാണ് തേക്കാറ്. ഇത് തേക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗി തോന്നും, ഫൗണ്ടേഷന് കിട്ട പോലെ തോന്നും. ഇത് ഇനി എപ്പോഴും ഫൗണ്ടേഷന് മുന്നേ ആണോ ശേഷമാണോ ഇടേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ ഒന്ന് ഇട്ട് നോക്കാം. കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഈ ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനി വാങ്ങണം, തയ്യാറായി. നല്ല മണമാണിത്, നല്ല മണവും നല്ലൊരു കൂളിങ്. അതിടുമ്പോൾ നമുക്ക് ശരിക്കും ഇതും മോയ്സ്ചറൈസറും മാത്രം ഇട്ടാൽ മതി, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പുറത്തേക്ക് പോവാം. സെറ്റായില്ലേ? ഇനി ഒന്നും മുഖത്ത് ഇടാനൊന്നുമില്ല. ഇത്ര ഉള്ളൂ കേട്ടോ മുഖത്ത് ഇടാനുള്ള കുട്ടി. ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്കറിയുന്നത് ഇത്ര ഉള്ളൂ, എൻ്റെ കയ്യിൽ ഇത്ര ഉള്ളൂ. എനിക്കറിയുന്നതല്ല, എൻ്റെ കയ്യിൽ ഇത്ര ഉള്ളൂ. പിന്നെ എന്താ ഒരു പൊട്ട്. ഈ പൊട്ടൊക്കെ എൻ്റെ മകൾ കാണാൻ ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. കാരണം ഇതുണ്ട്, അത് ഫുള്ളുണ്ടായിരുന്നത് പകുതി അവൾ എടുത്തിട്ട് പോയിട്ട് എന്താ ചെയ്യാന്നറിയാം, പുള്ളിക്കാരി ഓരോ സ്ഥലത്ത് കുത്തും. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ അവരും കാണാതെ വായിലിടും. അങ്ങനെ ഞാൻ എല്ലാം അലമാരിൽ കയറ്റി വെച്ചിരിക്കുക. പൊട്ട്. ഇനി നമുക്ക് മെയിൻ ഐറ്റം ഐലൈനർ. ഇതെൻ്റെ കല്യാണത്തിന് വാങ്ങിയ ഐലൈനറാണ് ഗൈസ്. ഞാൻ ഉപയോഗിക്കാറില്ല. കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഉപയോഗിക്കുമായിരുന്നു എവിടേക്കെങ്കിലും പോകുമ്പോൾ. പിന്നെ കൊറോണ ചെയ്താലും നമുക്ക് എവിടേക്കും പോകേണ്ട അവസ്ഥ വന്നിട്ടില്ല, ദൈവം സഹായിച്ചു. പിന്നെ സ്വന്തമായിട്ടൊന്നും ഞാൻ ഉപയോഗിച്ചില്ല. എനിക്കിങ്ങനെ ചെയ്താൽ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ എഴുതിയിട്ട് വന്നാൽ മതിയോ? അല്ല, നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം. ഞാൻ എഴുതിയിട്ട് വരാം കേട്ടോ. അപ്പോൾ തന്നെ എഴുതിയിട്ട് വന്നു. അങ്ങനെ കണ്ണെഴുതിയിട്ട് കുറേ നാളെ ഒന്നില്ലെങ്കിൽ അടിയിലോ ഒന്നില്ലെങ്കിൽ മുകളിൽ അങ്ങനെ ഞാൻ എഴുതാറുള്ളൂ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതും കേട്ടോ. ഇപ്പം ഞാൻ എങ്ങനെ എഴുതിയിട്ടും കാര്യമില്ല. എൻ്റെ മകൾ എണീറ്റ് കഴിഞ്ഞാൽ ഈ പൊട്ടൊക്കെ എടുക്കും. പിന്നെ ഈ കൺമഷിയൊക്കെ ഇങ്ങനെ പരത്തി ഇതെന്താമ്മ എന്നൊക്കെ പറഞ്ഞെടുക്കും. എല്ലാ അമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ അല്ലേ. അതിന് ശേഷം ഈ ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്കിന് മുന്നേ ഞാൻ ലിപ് ബാം തേക്കും. ഞാൻ ലിപ്സ്റ്റിക്ക് ബ്രാൻഡൊന്നും നോക്കി ഷെയ്ഡൊന്നും നോക്കിയിട്ടല്ല കേട്ടോ വാങ്ങാൻ. കിട്ടണത് എടുത്തിട്ട് വരും. രണ്ടെണ്ണം കൂടി മിക്സ് ചെയ്തിട്ട് നോക്കാം. കൂടുതലും അങ്ങനെ ഉപയോഗിക്കാറ്. സിന്ദൂരം ഓൾറെഡി ഉണ്ട്, എന്നാലും കുറച്ചും കൂടി എടുക്കാം. ഞാൻ സിന്ദൂരം ഇങ്ങനത്തെ ചപ്പാട്ട് ഉപയോഗിക്കാം. പക്ഷേ നല്ല കളറാണ്,
എന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പരക്കുള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. കമ്മല് മാറ്റണോ? കമ്മൽ മാറ്റിയിട്ട് മുടിയും കൂടി കിട്ടിയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ കമ്മലൊക്കെ മാറ്റി ഈ ഒരു ജിമിക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാ കുളിപ്പിൻ്റെ പറഞ്ഞ പോലെ എനിക്ക് മുടിയിൽ അങ്ങനെ മോഡലൊന്നും അറിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കും. ചിലപ്പോൾ നല്ലതാവും, അപ്പോൾ ഞാൻ അങ്ങനെ കെട്ടിയിട്ട് പോകും. അല്ലെങ്കിൽ ഞാൻ വേഗം അയച്ച് ഇങ്ങനെ തന്നെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കെട്ടും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. സിമ്പിൾ മേക്കപ്പാണ്. നിങ്ങൾ അറിയണവർ കൂടുതൽ അറിയണവരൊക്കെ കളിയാക്കൊന്നും വേണ്ട, കാരണം എനിക്കതറിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായോ? കുഴപ്പമില്ല അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരാം. അതുവരെ ബൈ.